Hi all, this is Meera. Welcome back to our channel. ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സസൈസ് 9.3 എട്ടാം ക്ലാസ്സിന്റെ എക്സസൈസ് 9.3 ആണ് നമ്മൾ നോക്കുന്നത്. കൂടുതൽ ഫ്രീ ഓൺലൈൻ മാത്സ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Carry out the multiplication of expressions in each of the following pairs. അപ്പം നമുക്ക് താഴെ ഓരോ പാർട്ടായിട്ട് തന്നിരിക്കുന്നതിനകത്ത് ഓരോ പെയർ ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ എക്സ്പ്രഷനെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? മോണോമിയലിനെ ഒരു മോണോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 4 × 4. അപ്പോൾ 4 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതൊരു മോണോമിയലായിട്ട് എടുത്ത് 4 × 4 16 വന്നു. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രത്യേകത എന്താണ്? 4 × 4 + 4. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് വന്നെന്ന് വിചാരിക്കുക. ഒരു എക്സ്പ്രഷനിൽ പ്ലസ് ഓർ മൈനസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തത് പല ടേംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ടത് 4 × ഫസ്റ്റ് ടേം ചെയ്യണം, 4 × സെക്കൻഡ് ടേം ചെയ്യണം. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നൊരു ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. 4p q + r ഇവയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4p × q + r. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ടേമാണ്, ക്യൂ ഒരു ടേമാണ്, ആർ ഒരു ടേമാണ്. ഈ 4p നമ്മൾ ക്യൂവിലേക്കും 4p ആറിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4p എന്ന് പറയുമ്പോൾ 4 × p ആണ്. അപ്പോൾ ഇൻറ്റു വരുവാണെങ്കിൽ ആ ഒരു ചേഞ്ച് ഒന്നുമില്ല. പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ എഴുതാൻ പറ്റും 4p × q. ഇതാണ് ഒന്നാമത് വന്നിട്ടുള്ളത്, 4p × q. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് സിമ്പൽ ഇട്ടു. ഇനി വീണ്ടും ഈ 4p × r എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4pq + 4pr. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിവിടെ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇവിടെ നമുക്ക് 4pq + 4pq എന്നായിരുന്നു ലാസ്റ്റ് ലഭിച്ചിരുന്നതെന്ന് വെക്കുക. അതായത് ഇവിടെയും pq ഇവിടെയും pq. ഇങ്ങനെ സിമിലർ ആയിട്ട് കിട്ടിയതിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 + 4 8 വന്നു, 8pq എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ pq ഇവിടെ pr ആണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാം. സെക്കൻഡ് വൺ, ab a - b. ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതുന്നത്? ab × a - b. ab × a - b എന്നാണ് എഴുതുന്നത്. ഇവിടെ ഇപ്പം ബ്രാക്കറ്റ് ഇടുമ്പോൾ ഈ ഇൻറ്റു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ മൈനസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എ ബിയെ ഫസ്റ്റ് ഈ എയിലേക്കും ഇവിടെ നിന്ന് ഈ ബിയിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്ത് വരും? ab × a വന്നു, ഇതൊരു ടേം വന്നു, മൈനസ് കൊടുത്തു, ഈ പുറത്തെ ab എഴുതി, ഇവിടുത്തെ b കൂടെ എഴുതി, × b. ഇതാണ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ നോക്കുക, a എത്ര പ്രാവശ്യം ഉണ്ട്? ഈ ഒരു ടേമിൽ 2 പ്രാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? a² b എന്ന് എഴുതും. മൈനസ് ഇവിടെ a ഒരു പ്രാവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് a അതുപോലെ എഴുതി. b എത്ര പ്രാവശ്യമുണ്ട്? 1 2 ടൈംസ് ആണ്, b² കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചത് a² b - ab². ഓക്കെ, തേർഡ് വൺ നോക്കാം. a + b 7a² b². അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് വന്നിരുന്നു. a b എന്ന് തന്ന പോലെ ഒരൊറ്റ ഒരു മോണോമിയലാണ് a 7a² b² എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫസ്റ്റ് ടേമിലാണ് ഈ പ്ലസ് ഉള്ളത്. അതായത് ഇതാണൊരു ബൈനോമിയൽ. അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ എഴുതുവാണ്. അതായത് 7a² b². ഫസ്റ്റ് ഞാൻ ഇത് എഴുതി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻറ്റു, അതായത് ഞാൻ ബ്രാക്കറ്റ് ഇടുവാണ് a + b. അപ്പോൾ ബ്രാക്കറ്റ് ഇടുന്നതാണ് നല്ലത്, കാരണം നമുക്ക് അല്ലെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ തെറ്റുപറ്റും. ഇവിടെ നോക്കുക, ഇതിനെ നമുക്ക് ഇവിടെ പ്ലസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫസ്റ്റ് എയിലേക്കും സെക്കൻഡ് ഈ ബിയിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 7a² b² × a വന്നു, ഇതൊരു ടേമായി, പ്ലസ് ഇട്ടു. 7a² b² × b വന്നു. ഇതെങ്ങനെയാണ് ഇനി വരിക? 7 a എത്ര ടൈംസ് ഉണ്ട്? ഇവിടെ 2, ഇവിടെ 1 ഉണ്ട്, അപ്പം 3. b² + 7a² ഒന്നേ ഉള്ളൂ, b² കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബിയും കൂടെ ഉണ്ട്. ഇവിടെ 2, ഇവിടെ 1 ആണ്, അപ്പം ടോട്ടൽ 3. 7a³ b² + 7a² bq. ഇതാണ് ആൻസർ. അടുത്ത പാർട്ട്, a² - 9 4a. അപ്പോൾ ഇവിടെയും ഞാൻ ആദ്യം നേരെ തിരിച്ചെഴുതുവാണ്. അതായത് 4a ഇൻറ്റു കുഴപ്പമില്ല, × a² - 9. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബൈനോമിയൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൈനസ് വന്ന ടേം വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ 4a a² 4a 9 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 4a × a² വന്നു, മൈനസ് കൊടുത്തു, 4a × 9. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒക്കെ കൊടുത്ത് തന്നെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം, a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയല്ല. അതായത് നമ്മളിവിടെ ചെയ്യുന്ന നമ്പർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 1 4 എന്ന് എഴുതും.
4 വന്നു. ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 എ ആണുള്ളത്. ഇവിടുത്തെ 2 ഇവിടുത്തെ 1 എ ക്യൂബ് വന്നു. മൈനസ് കൊടുത്തു. ഇവിടെ 4, അതായത് 4 × 1 4 എന്നുള്ള രീതിയിലാണ്. ഇവിടെ 2 എ ആണുള്ളത്, അപ്പോൾ എ സ്ക്വയർ കൊടുത്തു. അപ്പം 4a³ - 4a² വന്നു. ഇനി ലാസ്റ്റ് പാർട്ട് നോക്കിയേ, PQ + QR + RP. ഈ ഒരു എക്സ്പ്രഷനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എനിത്തിങ് മൾട്ടിപ്ലൈഡ് ബൈ 0 ഈസ് 0 ഓൾവേസ്. ഇവിടെ നമുക്കറിയാം PQ പ്ലസ് ഒന്നുകിൽ നമുക്ക് = 0 എന്ന് എഴുതാം. കാരണം എനിത്തിങ് മൾട്ടിപ്ലൈഡ് ബൈ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇങ്ങനത്തെ സ്റ്റെപ്സ് എഴുതാം. × 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ 0യെ നമുക്ക് ഈ ഓരോ ടേമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും, PQ × 0 0 വന്നു, 0 പ്ലസ് QR × 0 0 വന്നു, പ്ലസ് RP × 0 0 വന്നു, 0 + 0 + 0 എന്ന് പറഞ്ഞാൽ 0. ഇതാ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും, 0 ആണ് ആൻസർ. എക്സസൈസ് 9.3 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്, കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് നമുക്കൊരു ടേബിൾ തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ, സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. തേർഡ് കോളത്തിൽ നമ്മൾ എന്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ പ്രൊഡക്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് എയും B + C + D. എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, A × B + C + D. അതായത് നോക്കുക, ഈ ഒരു ടേമിൽ പ്ലസ് ഉണ്ട്. അപ്പോൾ ഇത് പല ടേംസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതിനെ ഞാൻ ബ്രാക്കറ്റിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എയെ ഈ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. = എന്ത് വരും, A × B, A × B പ്ലസ്. അപ്പം ഞാൻ ഇതിനെ ബ്രാക്കറ്റിലേക്ക് വെച്ചു, പ്ലസ് ഇട്ടു. A × C, A × C പ്ലസ് A × D. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, A × B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണ്, പ്ലസ് കൊടുത്തു. A × C AC ആണ്, പ്ലസ് കൊടുത്തു. A × D AD വന്നു. AB + AC + AD ആണ് ആൻസർ. സെക്കൻഡ് പാർട്ട് നോക്കാം. x + y - 5 × 5xy. അപ്പോഴത്തേക്ക് ഇവിടുത്തെ മോണോമിയൽ ഏതാണ്, 5xy. 5xyനെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അതായത് x + y - 5. ഇത് ഞാൻ ബ്രാക്കറ്റിലേക്ക് ഇട്ടു. അതായത് പ്ലസും മൈനസും കൊണ്ട് 3 ടേംസ് ആണത്. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ഈ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 5xy ഉണ്ട്, അതിൻ്റെ കൂടെ ഫസ്റ്റ് വരുന്ന ടേം എന്താണ്, x വന്നു. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു, പ്ലസ് കൊടുത്തു. 5xy × y വന്നു, മൈനസ് 5xy × 5 വന്നു. ഇനി ഇവിടെ 5, ഇവിടെ 2x ഉണ്ട്, അതുകൊണ്ട് x² വന്നു, y വന്നു. 5x²y പ്ലസ് കൊടുത്തു. ഇവിടെയും 5 മാത്രമേ ഉള്ളൂ, നമ്പർ പാർട്ട് 5 വന്നു. x ഒന്നേ ഉള്ളൂ, x കൊടുത്തു. y 2 എണ്ണം ഉള്ളതുകൊണ്ട് y², y × y y² ആണ്. മൈനസ് കൊടുത്തു. ഇവിടെ നോക്കി, ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഉണ്ട്. നമ്പർ പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5 25 വന്നു, xy. ഇവിടുത്തെ ആൻസർ 5x²y + 5xy² - 25xy. തേർഡ് വൺ, P ആണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. സെക്കൻഡ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് 6p² - 7p + 5. അപ്പം നമ്മൾ ചെയ്യേണ്ടത് P × 6p² - 7p + 5 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. P × 6p². ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു, മൈനസ് ചെയ്തു. അടുത്തത് ഈ P സെക്കൻഡ് ടേമിലേക്ക് ചെയ്യുവാണ്. P × 7p വന്നു, പ്ലസ് P × 5 വന്നു. ഇവിടെ നമ്പർ പാർട്ട് 6 മാത്രമേ ഉള്ളൂ, 6 വന്നു. P × p² Pയും ഉണ്ട്, ടോട്ടൽ 3p ആണുള്ളത്, p³ വന്നു, മൈനസ് 7p² പ്ലസ് 5p. ഇവിടുത്തെ ആൻസർ എന്താണ്, 6p³ - 7p² + 5p. ഓക്കെ, ഫോർത്ത് വൺ നോക്കാം. 4p² q² ആണ് ഫസ്റ്റ് ടേം, അതായത് ഫസ്റ്റ് എക്സ്പ്രഷൻ. സെക്കൻഡ് എക്സ്പ്രഷൻ p² - q². ഇവിടെ നോക്കി, ഈ രണ്ട് എക്സ്പ്രഷനും മൈനസ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമുക്കിതിനെ 4p² q² × p² - q² എന്ന് എഴുതാം. ഇനി ചെയ്യേണ്ട എന്താണ്, ഇതിനെ ഓരോ ടേമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വരിക 4p² q² × p² വന്നു. ഇതാണ് ഫസ്റ്റ് ടേം വരിക. മൈനസ് കൊടുത്തു, 4p² q² × q² വന്നു. അപ്പോൾ ഇതിൽ നിന്ന് 4 വന്നു. P എത്ര എണ്ണം ഉണ്ട്, ഇവിടെയും 2 എണ്ണം, ഇവിടെയും 2 എണ്ണം. 2 + 2 4 ആണ്. ടോട്ടൽ 4p ആണ്.
അതായത് പി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു പി വന്നു. ഇവിടുത്തെ പി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു പി വന്നു. ടോട്ടൽ 4 പീസ് ആണുള്ളത്. ഇനി അടുത്ത ഇവിടെ റിമൈനും ക്യൂ സ്ക്വയർ ഉണ്ട്. മൈനസ് ഇവിടെയും 4 വന്നു, പി സ്ക്വയർ അതുപോലെ വന്നു. ക്യൂ ആണ് ഇവിടെ 4 വരിക, കാരണം 2 + 2 4 വന്നു. ക്യൂ റേസ് ടു 4. ഇവിടുത്തെ ആൻസർ 4 പി റേസ് ടു 4 ക്യൂ സ്ക്വയർ മൈനസ് 4 പി സ്ക്വയർ ക്യൂ റേസ് ടു 4. സെക്കൻഡ് ക്വസ്റ്റിന്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം. ഫസ്റ്റ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സിയും, സെക്കൻഡ് എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് എ ബി സിയും. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കി ഈ രണ്ട് എക്സ്പ്രഷനകത്ത് ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ഉള്ളപ്പോൾ തന്നെ അറിയാം ഇതാണ് 3 ടേംസ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതുന്നത് മോണോമിയൽ ആയിട്ടുള്ള എ ബി സി എഴുതി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ഈ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ വരിക എ ബി സി ഇൻറ്റു എ, ഇതാണ് ഫസ്റ്റ് ടേം വരിക, പ്ലസ് കൊടുത്തു. ഇനി ഇവിടെ എ ബി സി ഇൻറ്റു ബി വന്നു, പ്ലസ് എ ബി സി ഇൻറ്റു സി വന്നു. ഇനി നമ്മൾ ഇതിനെല്ലാം ജോയിൻ ചെയ്തതുമാണ്. ഈ ഒരു ടേമിൽ നോക്കുവാണെങ്കിൽ 2a ആണുള്ളത്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? എ ഇൻറ്റു എ സ്ക്വയർ ആണ്. അതിൻ്റെ കൂടെ ബി സി വന്നു, പ്ലസ് ഇവിടെ നോക്കിയേ എ 1 ആണ്, ബി 2 ആണ്, സി 1 ആണ്. എ ബി സ്ക്വയർ സി പ്ലസ് എ ബി സി സ്ക്വയർ. ഇവിടുത്തെ ആൻസർ എ സ്ക്വയർ ബി സി പ്ലസ് എ ബി സ്ക്വയർ സി പ്ലസ് എ ബി സി സ്ക്വയർ. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഫൈൻഡ് ദ പ്രൊഡക്റ്റ്, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടി തന്നിരിക്കുന്നത് എ സ്ക്വയർ ഇൻറ്റു 2 എ റേസ് ടു 22 ഇൻറ്റു 4 ഇൻറ്റു എ റേസ് ടു 26. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിനിടയിൽ പ്ലസോ മൈനസോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്ലസോ മൈനസോ വന്നാലാണ് നമ്മൾ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പാർട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്പർ പാർട്ടെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 1 എ സ്ക്വയർ എന്നുള്ളതാണ്. കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ ഇതിനകത്തെ നമ്പേഴ്സ് എല്ലാം എടുക്കുവാണ്. ഇവിടെ 1 ഇൻറ്റു ഇവിടുത്തെ 2 ഇൻറ്റു 4, 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു ബാക്കി ഇനി ഇവിടുത്തെ എ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 22 ഇൻറ്റു എ ടു ദ പവർ 26. ഇനി ഇവിടെ 4 ഇൻറ്റു 2 4 2s are 8 ആണ്, 8 വന്നു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എ 2 ടൈംസ്, അതായത് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. എ റേസ് ടു 22 എന്ന് പറഞ്ഞാൽ 22 പ്രാവശ്യം എ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. എ റേസ് ടു 26 എന്ന് പറഞ്ഞാൽ 26 പ്രാവശ്യം എ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം എന്ത് എഴുതിയാൽ മതി? എ എഴുതിയതിന് ശേഷം ഇവിടെ 2 + 22 + 26 കണ്ടെത്തിയാൽ മതി. അപ്പം 8 ഉണ്ട്, എ റേസ് ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 20, ഇവിടെ വരുമ്പോൾ 40 ആകും. 48 + 2 50 വരും. അപ്പം 8 എ റേസ് ടു 50 ആണ് ഇവിടുത്തെ ആൻസർ. സെക്കൻഡ് പാർട്ട് നോക്കാം. 2/3xy ഇൻറ്റു -9/10 x സ്ക്വയർ y സ്ക്വയർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ ഇടയിലെല്ലാം മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഇതിനിടയിൽ പ്ലസോ മൈനസോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്പർ പാർട്ടുകൾ ആദ്യം എടുത്ത് എഴുതുന്നു. 2/3 ഇൻറ്റു -9/10, ഇതാണ് നമ്പർ പാർട്ട് വരിക. ഇനി എന്താണ് വരിക? ഇവിടുത്തെ xy ഇൻറ്റു x സ്ക്വയർ y സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. 3 ഇൻറ്റു 3 ആണ് 9 വരിക. ഇവിടെ 5 2s are 10 വന്നു. ഇവിടെ എല്ലാം 1 ആണ്. 3 ഇൻറ്റു 1 3 വന്നു. 5 ഇൻറ്റു 1 5 വന്നു. ഇവിടെ മൈനസ് ഇവിടുത്തെ പ്ലസ് കൂടെ ആണ്, അതുകൊണ്ട് മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ് സിമ്പിൾ വരിക. ഓക്കെ, നമ്പർ പാർട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാം തന്നെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിന്റെ കേസിൽ എക്സ് എത്ര ഉണ്ടെന്ന് നോക്കി എഴുതിയാൽ പോരെ. ഇവിടെ ഇതൊന്ന്, ഇവിടെ 2, ടോട്ടൽ 3. വൈയുടെ കേസിൽ ഇവിടെ 1ഉം ഇവിടെ 2 ആണ്. 2 + 1 3 ആണ്. ആൻസർ എന്ത് വരും? -3/5 x³ y³. തേർഡ് വൺ, -10/3 p³ ഇൻറ്റു 6/5 p³ q. ഫസ്റ്റ് നമ്മൾ ഇവിടെയും ചെയ്യുക എന്താണ്? നമ്പർ പാർട്ട് എടുക്കുന്നു. -10/3 ഇൻറ്റു 6/5, ഇതാണ് നമ്പർ പാർട്ട് വരിക. ഇനി ഇവിടെ ഉള്ളത് p³ ഇൻറ്റു p³. ഫസ്റ്റ് ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 2s are 10, 3 2s are 6, 2 2s are 4 ആണ്. മൈനസും പ്ലസും മൈനസും -4 കിട്ടി നമ്പർ പാർട്ട്. ഇനി ഇവിടെ നോക്കി, ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. p ഇവിടെ 3ഉം ഇവിടെ 1ഉം, ടോട്ടൽ 4, p റേസ് ടു 4. ക്യൂവിൻ്റെ കേസിൽ ഇവിടെ 3ഉം ഇവിടെ 1ഉം ആണ്. 3 + 1 4 വന്നു. -4 p റേസ് ടു 4 q റേസ് ടു 4. ലാസ്റ്റ് വൺ ഇതാണ്, x ഇൻറ്റു x സ്ക്വയർ ഇൻറ്റു x³ ഇൻറ്റു x റേസ് ടു 4. അപ്പോൾ ഇവിടെ നോക്കുക, ഇതെല്ലാം തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതെല്ലാം തന്നെ എക്സിൻ്റെ പവറിലാണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x റേസ് ടു 1 ആണ്. ഇതിനെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാം. എക്സ് എഴുതുക, അതിനുശേഷം ഇതിൻ്റെ ഈ പവർ എല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് എത്ര വരും?
3 + 2 5 ആണ്, 4 + 1 5 ആണ്, 5 + 5 10 വന്നു. x to the power 10 വന്നു, x⁻10 വന്നു. ഇനി ഇതല്ലെങ്കിൽ എങ്ങനെ എഴുതണം? x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x തന്നെ ഇൻറ്റു x ഇൻറ്റു x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇൻറ്റു x ആണ്, ഇൻറ്റു x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, ഇൻറ്റു x⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ 4 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 that is equal to x⁻10. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം, കാരണം ഇതിന്റെ പവർ എല്ലാം കൂടെ ആഡ് ചെയ്ത് പവറായിട്ട് കൊടുത്താൽ മതി. 4th ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ എ പാർട്ട്, സിംപ്ലിഫൈ 3x into 4x minus 5 plus 3 and find its value for first part x is equal to 3 and second part x is equal to 1/2. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 3x into 4x minus 5 plus 3 എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്യണം. 3x into 4x minus 5 plus 3. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നത് ഈ 3xനെ നമുക്ക് ഈ 4xലേക്കും ഈ 5ലേക്കും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്ത് വരും? 3x into 4x വന്നു, ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇവിടെ മൈനസ് വന്നു, 3x into 5 കൊടുത്തു, പിന്നെ ഒരു +3 ആണുള്ളത്. ഇവിടെ വെച്ച് 4 into 3 4 3s are 12 ആണ്, x into x² വന്നു, മൈനസ് 5 3s are 15 ആണ്, x വന്നു, +3. ഇതാണ് നമ്മുടെ സിംപ്ലിഫൈഡ് ഫോം. അപ്പോൾ ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ചെയ്തു. 12x² മൈനസ് 15x + 3 എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സിന് 3 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ ഉള്ള ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്തു, 3² വന്നു, ഇതാണ് ഫസ്റ്റ്, മൈനസ് 15 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്തു, +3. ഇവിടെ 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 9 ആണ്, 12 ഇൻറ്റു 9 വന്നു, മൈനസ് 15 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വന്നു, +3. ഈ 12 ഇൻറ്റു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 108 ആണ്. 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം മൈനസ് 45 + 3. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഫസ്റ്റ് ചെയ്യുന്നത് ഈ 108ഉം ഇവിടുത്തെ 3 ഇത് രണ്ടും പ്ലസ് അല്ലേ, ആഡ് ചെയ്യാനല്ലേ. 108 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111 വന്നു, 108 + 2 110 വന്നു, അതിനോട് ഒന്നുകൂടെ ആഡ് ചെയ്തു. ഇതിൽ നിന്ന് ഇനി എന്ത് ചെയ്യണം? 45 മൈനസ് ചെയ്യണം. ഇവിടെ 6 വന്നു, ഇവിടെ 10 4 മൈനസ് 6 വന്നു, 66. ഇവിടുത്തെ വാല്യൂ എന്താണ്? ഈ ഫസ്റ്റ് പാർട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66 ആണ്. ഫസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, അതിനുശേഷം ഇതിന്റെ എക്സിന്റെ സ്ഥാനത്ത് 3യുടെ വാല്യൂ ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടെത്തി 66 കിട്ടി. സെക്കൻഡ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സിന് 1/2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഈ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എക്സിന്റെ സ്ഥാനത്ത് 1/2 കൊടുക്കുക, അതിന്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ ആദ്യം 12 എഴുതി, 12 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1/2 വന്നു, 1/2 സ്ക്വയർ വന്നു, x² ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? മൈനസ് 15 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1/2 കൊടുത്തത് സെക്കൻഡ് പാർട്ട്, +3 ഉണ്ട്. ഇവിടെ വെച്ച് 1/2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/4 ആണ്, കാരണം 1 ഇൻറ്റു 1 1 വന്നു, 2 ഇൻറ്റു 2 4 വന്നു, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ 12 ഉണ്ട്, അപ്പം 12 ഇൻറ്റു 1/4 എന്നാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ വെച്ച് ഇതിനെ എന്താണ്? 4 ഇൻറ്റു 3 ആണ് 12, 4 3s are 12 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. ഈ ഒരു പാർട്ട് ചെയ്യുമ്പോൾ 3 വന്നു, മൈനസ് ഇവിടെ നോക്കുക 15 ഇൻറ്റു 1 15 വന്നു, 2 ഇൻറ്റു, അതായത് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15/1 എന്നാണ്. അപ്പോൾ ഇവിടെ 15 ഇൻറ്റു 1 15 വന്നു, 2 ഇൻറ്റു 1 2 വന്നു, കാരണം ഇവിടെ നമുക്കിതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല, +3 വന്നു. നെക്സ്റ്റ് ഇനി ചെയ്യുക എന്താണ്? ഈ 3യും ഈ 3യും കൂടെ ആഡ് ചെയ്തു, കാരണം രണ്ടും പോസിറ്റീവാണ്, ഇത് തമ്മിൽ ആഡ് ചെയ്തു. 3 + 3 6 വന്നു, 6 മൈനസ് 15/2. ഇതിനെ ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ LCM കണ്ടെത്തി ചെയ്യാം. LCM കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കൂടെ നമ്മൾ എന്താണ്? 2 ആക്കണം. 2 ആക്കുമ്പോൾ മുകളിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 2s are 12 വന്നു, 12 മൈനസ് 15/2 വന്നു, മൈനസ് 3/2. ഇതാണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റിന്റെ ബി പാർട്ടാണ് നോക്കുന്നത്. സിംപ്ലിഫൈ a into a² + a + 1 + 5 and find its value for first a is equal to 0, second a is equal to 1, third a is equal to -1. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് a into a² + a + 1 + 5. ഇവിടെ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഈ എയെ
ഈ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം എ ഇൻറ്റു എ സ്ക്വയർ ഫസ്റ്റ് വരിക എന്താണ്? എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 5. ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഈ എ എന്ന ടേമിനെ, അതായത് എ എന്ന വേരിയബിളിനെ ഈ എക്സ്പ്രഷനകത്തെ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ ക്യൂബ് വന്നു. അതായത് ഇവിടെ 2ഉം ഇവിടെ 1ഉം ടോട്ടൽ ആഡ് ചെയ്യുമ്പം 3as ആണുള്ളത്. ഇവിടെ എ സ്ക്വയർ എ ഇൻറ്റു എ സ്ക്വയർ ആണ്. 1 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്. കോഎഫിഷ്യൻ 1 ആണെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല. പ്ലസ് 5. ഇതാണ് ഇതിൻ്റെ സിംപ്ലിഫൈ ചെയ്ത സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തേണ്ട ഇതിൻ്റെ വാല്യൂസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്ന എക്ക് എന്ത് വാല്യൂ കൊടുക്കാനാണ്? 0 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എക്ക് കൊടുക്കുമ്പോഴത്തേക്കും 0 ക്യൂബ് പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 5 എന്ന് വരും. 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്താണ്? 5 വരും. സെക്കൻഡ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് എയുടെ വാല്യൂ 1 എന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 5 എന്ന് വരും. അപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. പ്ലസ് 1 പ്ലസ് 5 ഇത് എത്ര വരും? 5 6 7 8 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 വരും. തേർഡ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു -1. എക്ക് -1 കൊടുക്കാനാണ്. നമുക്ക് നോക്കാം. എയുടെ സ്ഥാനത്ത് -1 കൊടുത്തു ഹോൾ ക്യൂബ് പ്ലസ് എയുടെ സ്ഥാനത്ത് -1 കൊടുത്തു സ്ക്വയർ പ്ലസ് -1 എയുടെ സ്ഥാനത്ത് -1 കൊടുത്തു പ്ലസ് 5. ഇനി ഇവിടെ നോക്കിയേ, -1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ വരിക? -1 തന്നെ. പ്ലസ് കൊടുത്തു. -1 സ്ക്വയർ വന്നു കഴിഞ്ഞാൽ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, പ്ലസ് -1 -1ന് -1 എന്ന് തന്നെ കൊടുത്തു പ്ലസ് 5. അതായത് ഇവിടെ ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? -1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഇൻറ്റു -1 ഇൻറ്റു -1 ആണ്. 1 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 തന്നെ വരും. മൈനസും മൈനസും പ്ലസ്, പ്ലസും മൈനസും മൈനസും വന്നു. അപ്പോൾ ഓർക്കുക, -1ൻ്റെ പവറായിട്ടൊരു ഓഡ് നമ്പർ ആണെങ്കിൽ എപ്പോഴും -1 തന്നെ ആയിരിക്കും. സെക്കൻഡ് കേസിൽ എന്താണ് സംഭവിച്ചത്? -1 ഇൻറ്റു -1 എന്നാണ്. 1 ഇൻറ്റു 1 1 വന്നു, മൈനസും മൈനസും പ്ലസ് വന്നു. അപ്പോൾ ഇവിടുത്തെ എന്താണ് സംഭവിക്കുക? -1ൻ്റെ പവറായിട്ടൊരു ഇവൻ നമ്പറാണ് വരുന്നതെങ്കിൽ അത് +1 ആണ്. ഇനി നോക്കുക, ഇവിടെ -1 ഇവിടെ +1 ഇത് തമ്മിൽ ക്യാൻസലായി. ഒന്നിൽ നിന്നൊന്ന് -0 ആയി. ഇനി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് എന്താണ്? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. 5ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, 4 വന്നു. 4 ആണ് ഇവിടുത്തെ ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എ പാർട്ട് ആർ പി ഇൻറ്റു പി മൈനസ് ക്യൂ, ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ആർ ആൻഡ് ആർ ഇൻറ്റു ആർ മൈനസ് പി. അതായത് നമ്മൾ ഈ ഓരോ എക്സ്പ്രഷനും കണ്ടെത്തിയതിന് ശേഷം അവയെല്ലാം പരസ്പരം ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? പി ഇൻറ്റു പി മൈനസ് ക്യൂ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ മൈനസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ പിയെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പി ഇൻറ്റു പി എന്ന് വരും ഫസ്റ്റ്. പി ഇൻറ്റു പി മൈനസ് പി ഇൻറ്റു ക്യൂ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുക എന്താണ്? പി സ്ക്വയർ മൈനസ് പി ക്യൂ. 2 പി ഉള്ളപ്പം പി സ്ക്വയർ കൊടുത്തു മൈനസ് പി ഇൻറ്റു ക്യൂ പി ക്യൂ എന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ആർ. ഇവിടെ എന്താ ചെയ്യണം? ക്യൂവിനെ ആദ്യം നമ്മൾ ഈ ക്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഇൻറ്റു ആർ. ക്യൂ ഇൻറ്റു ആർ. ഇവിടെ നമുക്ക് ലഭിക്കുക ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ എന്ന് കിട്ടി. ഈ ലാസ്റ്റ് പാർട്ട് ഇവിടെ തന്നിരിക്കുന്നത് ആർ ഇൻറ്റു ആർ മൈനസ് പി. ഇവിടെയും ആർ ഇൻറ്റു ആർ ഇൻറ്റു പി ആണ്. അതായത് ആർ ഇൻറ്റു ആർ മൈനസ് പി ഇൻറ്റു ആർ അല്ലെങ്കിൽ ആർ ഇൻറ്റു പി എന്ന് എഴുതാം. ഇവിടെ വരുമ്പം ആർ സ്ക്വയർ മൈനസ് പി ആർ എന്ന് തോന്നും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കിട്ടിയിരിക്കുന്ന ഈ 3 എക്സ്പ്രഷൻസും ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരിക പി സ്ക്വയർ മൈനസ് പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് ക്യൂ ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് പി ആർ. അപ്പോൾ ഇതിന് ഇനി എന്ത് ചെയ്യണം? അതായത് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഒരുപോലെയുള്ള ഏതെങ്കിലും വേരിയബിൾസ് ഉണ്ടോ. ഇപ്പം പി സ്ക്വയർ 1 മാത്രമേ ഉള്ളൂ, പിന്നെ ക്യൂ സ്ക്വയർ 1 മാത്രമേ ഉള്ളൂ, ആർ സ്ക്വയർ 1 ഉള്ളൂ. അതുപോലെ തന്നെ പി ക്യൂ എന്ന് മറ്റൊരു ടേം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ആഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഫസ്റ്റ് ഞാൻ പി സ്ക്വയർ എഴുതി പ്ലസ് ക്യൂ സ്ക്വയർ എഴുതി പ്ലസ് ആർ സ്ക്വയർ. ഇനിയുള്ള റിമൈനിങ് മൈനസ് പി ക്യൂ മൈനസ് ക്യൂ ആർ മൈനസ് പി.
ഇതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ക്വസ്റ്റിൻ്റെ ബി പാർട്ട് നോക്കാം. ആഡ് 2x ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് മൈനസ് വൈ ആൻഡ് 2y ഇൻറ്റു ഇസഡ് മൈനസ് വൈ മൈനസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാർട്ട് നോക്കാം. ഈ ഒരു തന്നിരിക്കുന്ന എക്സ്പ്രഷൻ, അതായത് 2x ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് മൈനസ് വൈ. അപ്പോൾ ഇവിടെ എന്താണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് മൈനസ് വരുമ്പോൾ ഇത് ഓരോന്നും ഓരോ ടേം ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ വരിക എന്ത് വരും, 2x ഇൻറ്റു ഇസഡ് മൈനസ് 2x ഇൻറ്റു എക്സ് മൈനസ് 2x ഇൻറ്റു വൈ. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ നമ്പർ പാർട്ട് 2 ഉള്ളൂ, എക്സ് ഇസഡ് വന്നു, മൈനസ് 2x 2 ടൈംസ് ആണ് എക്സ് സ്ക്വയർ വന്നു, മൈനസ് 2xy വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടിയത്. ഇതുപോലെ തന്നെ സെക്കൻഡ് എക്സ്പ്രഷൻ കാണണം, 2y ഇൻറ്റു ഇസഡ് മൈനസ് വൈ മൈനസ് എക്സ്. ഇവിടെ എന്ത് ചെയ്യണം, ഈ 2yയെ നമ്മൾ ഈ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വരിക 2y ഇൻറ്റു ഇസഡ് മൈനസ് 2y ഇൻറ്റു വൈ മൈനസ് 2y ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ നമ്പർ പാർട്ട് 2 ആണ്, y ഇസഡ് വന്നു, മൈനസ് കൊടുത്തു 2 ആണ് ഇവിടെ നമ്പർ പാർട്ട്, y ഇൻറ്റു വൈ വൈ സ്ക്വയർ വന്നു, മൈനസ് 2y എക്സ് അല്ലെങ്കിൽ 2xy എന്ന് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സ്പ്രഷൻ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ 1ഉം 2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കുക 2xz, 2xz എന്ന് മറ്റൊരു ടേം ഒന്നും തന്നെ ഇല്ല, അപ്പം 2xz എഴുതി, മൈനസ് 2x സ്ക്വയർ, ഇവിടെ എങ്ങും 2x സ്ക്വയർ ഇല്ല, സോ മൈനസ് 2x സ്ക്വയർ വന്നു. ഇനി xy എന്നൊരു ടേം അല്ലേ ഈ കിടക്കുന്നത്, അതായത് ഈ മൈനസ് 2yx എന്ന് പറയുന്നതിനാണ് മൈനസ് 2xy. അപ്പം ഈ ഒരു ടേമും ഈ ഒരു ടേമും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടും മൈനസ് ആണ്, അപ്പം മൈനസ് കൊടുത്തു, 2 + 2 4 ആണ്, 4xy എന്ന് വന്നു. അപ്പം ഇവിടെ ഈ മൈനസ് yx എന്ന് പറയുന്നത് മൈനസ് 2xy തന്നെയാണ്. അപ്പോൾ ഈ xy തന്നെയാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് 2ഉം 2ഉം കൂടെ ആഡ് ചെയ്തു, കോമൺ ആയിട്ട് മൈനസ് കൊടുത്തു, xy കൊടുത്തു. ഇനി നോക്കിയാൽ അടുത്ത ഇനിയുള്ളത് പ്ലസ് 2yz, അതായത് 2yz എന്ന് പറഞ്ഞാൽ ഇവിടെ സിമ്പിൾ ഒന്നുമില്ല, പ്ലസ് എന്നാണ് മീനിങ്, അപ്പം പ്ലസ് 2yz. ഇനി റിമൈനിങ് ഉള്ളത് മൈനസ് 2y² ആണ്. ഇത് ഓൾറെഡി നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 2xz മൈനസ് 2x² മൈനസ് 4xy പ്ലസ് 2yz മൈനസ് 2y². ഈ രീതിയിൽ എഴുതിയാൽ ആൻസർ കറക്റ്റ് ആണ്, വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് 2x² മൈനസ് 2y² പ്ലസ് 2xz മൈനസ് 4xy പ്ലസ് 2yz. ഇതാണ് ഇതിൻ്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് നോക്കാം. സബ്ട്രാക്ട് 3l ഇൻറ്റു l മൈനസ് 4m പ്ലസ് 5n ഫ്രം 4l ഇൻറ്റു 10n മൈനസ് 3m പ്ലസ് 12. അപ്പോൾ ഇതൊക്കെ ഇത്തിരി കൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ രണ്ട് എക്സ്പ്രഷൻസും കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഉള്ളത് 3l ഇൻറ്റു l മൈനസ് 4m പ്ലസ് 5n. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ 3l നമ്മൾ ഈ ഓരോ ടേമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്യും. അത് നമുക്ക് നോക്കാം. 3l ഇൻറ്റു l വന്നു, ഇതെല്ലാം അതിനാൽ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു, മൈനസ് 3l ഇൻറ്റു 4m പ്ലസ് നെക്സ്റ്റ് ഇനിയുള്ള എന്താണ് 3l ഇൻറ്റു 5n. ഇവിടെ ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ആണ് നമ്പർ പാർട്ട്, l ഇൻറ്റു l സ്ക്വയർ വന്നു, മൈനസ് 4 3s are 12 ആണ്, l ഇൻറ്റു m lm എന്ന് എഴുതി, പ്ലസ് കൊടുത്തു, 5 3s are 15 വന്നു, l ഇൻറ്റു n ln വന്നു. ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇനി സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 4l ഇൻറ്റു 10n മൈനസ് 3m പ്ലസ് 2n. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ 4lനെ ഓരോ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് വരിക 4l ഇൻറ്റു 10n വന്നു, മൈനസ് 4l ഇൻറ്റു 3m വന്നു, പ്ലസ് 4l ഇൻറ്റു 12 വന്നു. അപ്പോൾ ഇവിടെ 10 ഇൻറ്റു 4, 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്, l ഇൻറ്റു n ln വന്നു, മൈനസ് 4 3s are 12 ആണ്, l ഇൻറ്റു m lm വന്നു. ഇനി അടുത്തത് പ്ലസ് 4 2s are 8 ആണ്, l സ്ക്വയർ വന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സ്പ്രഷൻ.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സബ്ട്രാക്ട് ദിസ് ഫ്രം ദിസ്, അതായത് 2 സബ്ട്രാക്ട് 2 ഫ്രം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5ൽ നിന്ന് 2 മൈനസ് ചെയ്യാൻ 5 മൈനസ് 2 ആണ്. അതുപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ടതാണ് ഈ എക്സ്പ്രഷനിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 എക്സ്പ്രഷൻസ് ലഭിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ്പ്രഷനിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഇവിടെ 15 ln എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ പ്ലസ് ആണ്, 12 lm എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ മൈനസ് ആണ്, 3l² എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ പ്ലസ് ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ പറയുമ്പോൾ അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ അതുപോലെ എഴുതി. സെക്കൻഡ് എക്സ്പ്രഷനിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ സിമ്പിൾ എല്ലാം തന്നെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഇത് പ്ലസ് ആണ് അത് മൈനസ് ആക്കുക, ഇത് മൈനസ് ആണ് അത് പ്ലസ് ആക്കുക, ഇത് പ്ലസ് ആണ് അത് മൈനസ് ആക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത് ആഡ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ -3l² ആണ്, l² എന്നുള്ളത് ഇവിടെയാണ്, അപ്പോൾ ഇവിടെ -3l² വന്നു. ഇനി അടുത്തത് ഇവിടെ +12 lm ആണ്, lm എന്നുള്ളത് ഇവിടെയാണ്, സോ +12 lm വന്നു. ഇനി നോക്കുക ln -15 ln അതിവിടെ വന്നു, -15 ln. ഇനി നമ്മൾ ചെയ്യുന്നത് ആഡ് ചെയ്യുവാണ്. അപ്പം മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിവിടെ സൈൻ ഓപ്പോസിറ്റ് ചെയ്തതിലൂടെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 8ഉം -3 +8ഉം -3 ആണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക, 8ൽ നിന്ന് 3 മൈനസ് ചെയ്യും, 5 വന്നു, l². അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തു, കാരണം 8ആണോ 3ആണോ വലുത്, 8ആണ് വലുത്, അതിൻ്റെ സിമ്പിൾ കൊടുത്തു. ഇനി ഇവിടെ നോക്കുക +12ഉം -12ഉം 12ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ ഇവിടെ എന്ത് വരും, 0 ആയി പോകും. ഇവിടെ ഇനി 40 - 15 40 - 15 എന്ന് പറഞ്ഞാൽ 40ൽ നിന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ 25 വന്നു, ln കൊടുത്തു. അതായത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നമ്പർ വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ചതിന് ശേഷം ഇതിലെ ഹയസ്റ്റ് നമ്പറിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആൻസർ എന്ത് വന്നു, 25 ln + 5l². ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് എക്സ്പ്രഷനിൽ നിന്നാണോ മൈനസ് ചെയ്യേണ്ടത് ആ എക്സ്പ്രഷൻ അതുപോലെ കൊടുത്തു. സെക്കൻഡ് എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തിയായിരുന്നു, അതിൻ്റെ സിമ്പിൾ മൈനസ് ചെയ്തു. കാരണം നമ്മൾ -3l² - 12 lm + 5 ln എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ -1 കൊണ്ട് നമ്മൾ ഈ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടൈമിൽ സംഭവിക്കുക ഇതിൻ്റെ സിമ്പിൾ എല്ലാം ഓപ്പോസിറ്റ് ആവും. മൈനസ് ഇവിടുത്തെ പ്ലസ് മൈനസായി, മൈനസും മൈനസൂടെ പ്ലസ് ആയി, മൈനസും പ്ലസൂടെ മൈനസ് ആയി. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഓപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടേക്ക് ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 25 ln + 5l². എക്സസൈസ് 9.3 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 5th പാർട്ടിലെ ഡി പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സബ്ട്രാക്ട് 3a × a + b + c - 2b × a - b + c ഫ്രം 4c × -a + b + c. അപ്പോൾ സബ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി കെയർഫുൾ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാനാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തുകയാണ്, 4c × -a + b + c. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇത് സിമ്പിളാണ്, കാരണം ഇതിനെ നമുക്ക് ഓരോ ടൈമിലേക്കും കയറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് വരിക 4c × -a വന്നു, പ്ലസ് കൊടുത്തു, 4c × b ചെയ്തു, പ്ലസ് 4c × c വന്നു. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതായത് a എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇവിടുത്തെ കോഫിഷ്യൻ 1 ആണ്, -1 ആണ്. അപ്പോൾ നമ്മൾ 4 × 1 4 ചെയ്തു, ഇവിടുത്തെ മൈനസും പ്ലസ് വരുമ്പോൾ മൈനസ് വന്നു. അപ്പം -4 a × c ac എന്ന് എഴുതാം, പ്ലസ് ഇവിടെ 4 വന്നു, b × c അല്ലെങ്കിൽ c × b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bc അല്ലെങ്കിൽ cb എന്ന് എഴുതാം. അപ്പോൾ 4bc വന്നു, ഇനി പ്ലസ് 4c × c c² വന്നു. അപ്പം നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി, -4ac + 4bc + 4c². ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കണ്ടെത്താം. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്, 3a × a + b + c. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത്രയും പാർട്ടൊന്ന് ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ളതിലേക്ക് പോകാം. ഇവിടെ എന്താണ്, ഇതും സിമ്പിളാണ്, കാരണം ഈ 3a കൊണ്ട് ഈ ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്ത് വരും, 3a × a വന്നു, പ്ലസ് 3a × b വന്നു, പ്ലസ് 3a × c. അപ്പോൾ ഇവിടെ 3a² + 3ab + 3ac എന്നുള്ളത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നെക്സ്റ്റ് ഇനിയുള്ളത് എന്താണ്, -2b × a - b + c എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഈ മൈനസ് എന്നുള്ളത് കൂടി നമ്മൾ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരിക എന്താണ്, -2b ഇൻറ്റു എ വന്നു, മൈനസ്, ഈ മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇനി വരുന്നത് -2b ഇൻറ്റു ബി വന്നു, പ്ലസ്, ഈ പ്ലസ് ആണ് കൊടുക്കുന്നത്, ഇവിടെ എന്ത് വരും, -2b ഇൻറ്റു സി. അപ്പോൾ എപ്പോഴും ഓർക്കുക ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇവിടെ ഇനി വരുന്നത് -2, ഇനി നമ്പർ പാർട്ട് ഒന്നുമില്ല, അതായത് 1 ആണുള്ളത്, അതുകൊണ്ട് -2 കൊടുത്തു, ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇതിനകത്തൊരു മൈനസ് ഉണ്ട്, ഈ മൈനസും മൈനസോട് വരുമ്പോൾ പ്ലസ് ആവും, അതായത് ഇത് -1 എന്നാണ് ഉദ്ദേശിക്കുക. അപ്പോൾ മൈനസും മൈനസോട് വരുമ്പോൾ പ്ലസ് ആയി 2 വന്നു, ബി ഇൻറ്റു ബി സ്ക്വയർ വന്നു. ഇനി ഇതൊരു പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, പ്ലസും മൈനസും മൈനസ് വന്നു, 2 വന്നു, ബി ഇൻറ്റു സി ബി സി വന്നു. ഈ ഒരു വലിയ എക്സ്പ്രഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് കണ്ടെത്തിയത്. ഇനി അതൊന്ന് മേർജ് ചെയ്ത് എഴുതാം. അതായത് ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇവിടെ എന്ത് വരും, 3a². അപ്പോൾ a² മറ്റൊരു ടേം ഇല്ല, ഫസ്റ്റ് ഇവിടെ വരിക 3a² വന്നു. ഇനി നോക്കുക എ ബി ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. അപ്പം +3ab - 2ab. അപ്പം എന്താണ് ചെയ്യുക, 3യിൽ നിന്ന് 2 മൈനസ് ചെയ്യും. അപ്പം വലുത് 3 ആണ്, 3യുടെ സിമ്പിൾ ഇട്ട് കൊടുത്തു, 1ab എന്നുള്ളത് ab ആയിട്ട് എഴുതാം. ഇനിയുള്ള 3ac ആണ്, ഇവിടെ വേറൊരു ac ടേം ഇല്ല, അതുകൊണ്ട് 3ac വന്നു. ഇനി ഇവിടെ ഉള്ളത് +2b² ഉണ്ട്, ഇനി ഇവിടെ ഉള്ളത് -2bc. അപ്പോൾ ഈ ഒരു വലിയൊരു എക്സ്പ്രഷൻ ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആദ്യം കണ്ടെത്തി ഇതിന്റെ എക്സ്പ്രഷനിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. നമ്മുടെ 2 എക്സ്പ്രഷൻസ് ഉണ്ട്, ഇനി ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഏതിൽ നിന്നാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആ എക്സ്പ്രഷൻ അതുപോലെ തന്നെ എഴുതി. ഇനി സബ്ട്രാക്ട് ചെയ്യേണ്ട, ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ട ആ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യുക, ഇതിന്റെ സിമ്പിൾ എല്ലാം ചേഞ്ച് ചെയ്യുന്നു. ഇതിപ്പോൾ പ്ലസ് ആണ്, അത് മൈനസ് ആകും, ഇത് മൈനസ് ആകും, ഇത് മൈനസ് മൈനസ്, ഇത് പ്ലസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് കൊടുത്ത് ആഡ് ചെയ്യും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞുള്ളത് ഈ ഒരു സിമ്പിൾ ചേഞ്ചിലുള്ളത് കഴിഞ്ഞു. ഇവിടെ എ സി എന്നുള്ളൊരു ടേം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി കൊടുക്കണം -3ac ആണ്, -3ac വന്നു. ബി സി എന്നുള്ള ടേം ഏത് വരും, +2bc വന്നു. c² എന്നൊരു ടേം ഉണ്ടോ, ഇല്ല, അപ്പോൾ അവിടെ നമ്മൾ 0 കൊടുത്തു, പ്ലസ്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ വരിക -3a² ആണ്, അപ്പോൾ ഇവിടെ -3a² വന്നു. ഇനി ഇത് -ab വന്നു. നെക്സ്റ്റ് ഇനിയുള്ളത് -2b² വന്നു. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. -4ഉം -3, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, 4 + 3 7 ചെയ്യുക, മൈനസ് കോമൺ ആയിട്ട് കൊടുക്കുക, ac. ഇവിടെ എന്ത് വരും, പ്ലസ് കൊടുത്തു, 4 + 2 6 ആണ്, bc. ഇവിടെ +4c² വന്നു. ഇനി റിമൈനിങ് ഉള്ള -3a² -ab -2b². ഇത് നമ്മുടെ ആൻസർ ആയി. ഇനി വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് ഫസ്റ്റ് ഞാൻ എഴുതുന്നത് -3a² -2b² +4c². അതായത് ഈ ടേംസ് എല്ലാം എഴുതി. ഇനി ചെയ്യുന്നത് എന്താണ്, -ab -7ac +6bc. ഇതാണ് നമ്മുടെ ആൻസർ. ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സസൈസ് 9.3 1 to 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ആവശ്യമാണ്, കൂടുതൽ എക്സസൈസ് ആവശ്യമാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. കമന്റുകൾക്കനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.